പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരെയും ബയോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓഫ്ലൈനായിട്ടുള്ള പഠനം ചെറുതായിട്ട് മുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതിനേക്കാൾ സൗകര്യങ്ങൾ ഇന്ന് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പല രീതിയിൽ ലഭ്യമായി കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രയത്നിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് ആമുഖമായിട്ട് പറയാനുള്ളത്. എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി നേരിട്ട് നമുക്ക് ബയോളജിയുടെ അധ്യായങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്തു തുടങ്ങാം. അതിൽ ആദ്യ അധ്യായത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം, അറിയാനും പ്രതികരിക്കാനും എന്നുള്ളതാണ്, അല്ലെങ്കിൽ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആ ചാപ്റ്റർ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം, അറിയാനും പ്രതികരിക്കാനും. ഇതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം, സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്. അപ്പോൾ ഇവിടെ അറിയുക, പ്രതികരിക്കുക എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഇതുതന്നെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടൊരു തീമും. അതുതന്നെയാണ് നിങ്ങളെ ബുക്കിൽ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല, നേരിട്ട് നമുക്ക് പഠിക്കേണ്ട ആശയങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ആകുമ്പോൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ ഇതിൽ വരികയുള്ളൂ എന്ന് മാത്രമല്ല, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒന്നും ഒഴിവാക്കേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നേറാം നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയം, അതിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പം നിങ്ങൾ ഓർത്ത് നോക്കുക, നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, വൈകുന്നേര സമയമൊക്കെ ആണെങ്കിൽ കൊതുക് ഒക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മളെ മേലിൽ കൊതുക് എവിടെയെങ്കിലും വന്നിരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, വായിച്ചു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വായിച്ചിരിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യും, കൊതുക് കടിക്കുമ്പോൾ വേദന ഉണ്ടാവും. ചിലപ്പോൾ അവിടെ നമ്മൾ തല്ലും, അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അവിടെ ഒന്ന് ചൊറിയും. ഈ ചൊറിയുക എന്നുള്ളത് എന്താണ്, ഒരു പ്രതികരണമാണ്. എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രതികരിക്കാൻ കാരണം? ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ, വായിക്കുമ്പോൾ ഈ ചൊറിയൽ അല്ലെങ്കിൽ ഈ എന്താ പറയുക, അവിടെ തല്ലൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തല്ല, ഒരു വായനയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമല്ല. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരണം വന്നു? അപ്പോൾ അവിടെ കൊതുക് കുത്തി, അപ്പോൾ നമുക്ക് വേദന ഉണ്ടായി. ആ വേദനയോട് നമ്മൾ എന്ത് ചെയ്തു, പ്രതികരിച്ചു, അങ്ങല്ലേ? അതുപോലെ നിങ്ങൾ ഓർത്ത് നോക്കുക, ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണത്തിൻ്റെ സ്മെല്ല് കിട്ടി. ആ സ്മെല്ല് കിട്ടിയപ്പോൾ ആരും അറിയാതെ നമ്മളെ വായിൽ സലൈവേഷൻ ഉണ്ടായി, ഉമിനീരുൽപാദനം വന്നു. എന്തുകൊണ്ടാണ് അപ്പോൾ ഒരു പെട്ടെന്നൊരു അസാധാരണമായ ഉമിനീരുൽപാദനം ഉണ്ടായത്? എന്തായാലും അതൊരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിന് എന്താ കാരണം? ഇങ്ങനെ ഒരു സ്മെല്ല് കിട്ടി. അപ്പോൾ ആ പ്രതികരിക്കാൻ ഒരു കാരണം ഉണ്ടായില്ലേ? ഇങ്ങനെ പ്രതികരണങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങളെയാണ്, അല്ലെങ്കിൽ ദ സെൻസ് ദാറ്റ് പ്രൊവോക്ക് ഓർ ദാറ്റ് ഇവോക്ക് എ റെസ്പോൺസ്, ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന, ഒരു റെസ്പോൺസ് ഇവോക്ക് ചെയ്യുന്ന ഒരു സെൻസിനെയാണ്, അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിനുള്ള കാരണമാണ് എന്ത്, ഒരു ഉദ്ദീപനം എന്നുള്ള വാക്ക്. അതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ആദ്യത്തെ പദം. നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പോവാം, അതാണിപ്പോൾ നല്ലത്. അല്ലെങ്കിൽ അതിനെന്ത് വിളിക്കും, സ്റ്റിമുലസ്. സ്റ്റിമുലസ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലൂരലാണ് സ്റ്റിമുലൈ എന്നുള്ളത്, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് മാത്രം പഠിച്ചാലും മതി. അപ്പോൾ എന്ത് പറയാം, പ്രതികരിക്കാനുള്ള കാരണങ്ങൾക്കാണ് എന്ത് പറയുക, ഉദ്ദീപനം എന്ന് പറയാം. ഇതാണ് ഈ പാഠത്തിൽ ആദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഏത് പ്രതികരണങ്ങളാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ ആ കാരണം എന്താണ്, ഉദ്ദീപനമാണ്. ഉദ്ദീപനം കൊണ്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ, പ്രതികരണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പ്രതികരണങ്ങളും ഒരു കാരണം കൊണ്ടുണ്ടാവുന്നതാണ്. ആ കാരണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഉദ്ദീപനം എന്ന് വിളിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, മെല്ലെ നിങ്ങളെ താഴെയുള്ള കുട്ടി വന്ന് മെല്ലെ നിങ്ങളെ ബാക്കിലൊന്ന് തൊട്ടു, മെല്ലെ നിങ്ങൾക്ക് ആ സ്പർശം അറിയാൻ പറ്റി. നിങ്ങൾ തിരിഞ്ഞു നോക്കിയ എന്തുകൊണ്ടാണ്, നിങ്ങളൊരാൾ തൊട്ടു. ആ തൊടുക എന്നുള്ളത് എന്താണ്, കാരണമാണ്. ആ കാരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉദ്ദീപനം എന്നുള്ളത്. വേറെ രീതിയിൽ പറയാം നമുക്ക്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാൾക്ക് ജലദോഷമുണ്ട്, ശക്തിയായ ജലദോഷം. അയാൾ ഉപയോഗിച്ച തോർത്തുപയോഗിച്ച് നിങ്ങളും കുളിച്ചു. അങ്ങനെ കുളി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളും തുമ്മാനും ചീറ്റാനും ഒക്കെ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ജലദോഷത്തിൻ്റെ ഒരു വക്കിലെത്തി എന്നർത്ഥം. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കും ഇങ്ങനെ വരാൻ കാരണം? ആ രോഗാണു നിങ്ങളെ ഉള്ളിലേക്ക് എത്തി.
അപ്പോൾ രോഗാണു ഉള്ളിലെത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? രോഗം ഉണ്ടാകുന്നു. രോഗം ഉണ്ടാവുക എന്നുള്ളതൊരു പ്രതികരണമാണ്. അപ്പോൾ അതിനെന്താ കാരണം? രോഗാണു വന്നു. ആ രോഗാണു എവിടെയുള്ളത്? നമ്മുടെ ഉള്ളിലാണ്, അല്ലേ? അതേപോലെ തന്നെയാണ് ആമാശയത്തിൽ ഭക്ഷണമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും? വിശപ്പ് തോന്നും. എവിടെ ഭക്ഷണം? എന്താ വിശപ്പ് തോന്നുക അല്ലെങ്കിൽ ദാഹം തോന്നുക എന്നുള്ളതൊക്കെ എന്താണ്? ഒരു പ്രതികരണമാണ്. എന്താ അതിൻ്റെ കാരണം? ഭക്ഷണം വേണം അല്ലെങ്കിൽ വെള്ളം വേണം എന്നുള്ളത്. അപ്പോൾ കാരണം കിടക്കുന്നത് ഉള്ളിലാണ്, പ്രതികരണം വരുന്നത് പുറത്തേക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് പ്രതികരണങ്ങൾ ഉണ്ടാവുക. ആ പ്രതികരണങ്ങൾ ഉളവാക്കുന്ന അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന കാരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ്. സ്റ്റിമുലസ് ഈസ് ദ സെൻസ് ദാറ്റ് ഇവോക്ക് എ റെസ്പോൺസ്. ഓക്കെ അല്ലേ? ഇത്രയാണ്. ചിലപ്പോൾ എന്താവും? ഈ ഉദ്ദീപനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാവാം. രോഗാണുക്കൾ ഉള്ളിൽ വരുമ്പോൾ പനി ഉണ്ടാവുക, അതേപോലെ ഉള്ളിൽ ഭക്ഷണമില്ലാത്തപ്പോൾ വിശപ്പുണ്ടാവുക, ഉള്ളിലേക്ക് വെള്ളം ആവശ്യം ഉണ്ടാകുമ്പോൾ ദാഹം ഉണ്ടാവുക. ഇങ്ങനെ കാരണങ്ങൾ ഉള്ളിലാണെങ്കിൽ നമ്മളതിനെന്ത് വിളിക്കും? ആന്തര ഉദ്ദീപനം എന്ന് വിളിക്കും, ഇൻറ്റേർണൽ സ്റ്റിമുലസ്. അല്ല പുറത്താണെങ്കിലോ, ചൂടുള്ള സ്ഥിരിപ്പട്ടീമെ അറിയാതെ കൈ തട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? കൈ വലിക്കും. ആ കൈ വലിക്കൽ എന്താണ്? റെസ്പോൺസാണ്. വലിച്ചത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും വലിക്കുക എന്നുള്ള റെസ്പോൺസ്. എന്തുകൊണ്ടാണ് കൈ വലിച്ചെന്താ? കൈ പൊള്ളിയതുകൊണ്ട്, ചൂടുള്ള വസ്തു ആയതുകൊണ്ട്. അപ്പോൾ ചൂടുള്ള വസ്തുവിൽ തട്ടുക എന്നുള്ളത് കാരണമാണ്. ആ കാരണം കൊണ്ട് കൈ വലിക്കുക എന്നുള്ളത് എന്തുമാണ്? പ്രതികരണവുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെയാണ് ഒരാൾ തോണ്ടുമ്പോൾ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുക എന്നുള്ളതൊക്കെ എന്താണ്? റെസ്പോൺസാണ്. അവിടെയൊക്കെ കാരണം കിടക്കുന്നത് എവിടെയാണ്? നമ്മളെ ഉള്ളിലാണോ പുറത്താണോ? പുറത്തല്ലേ? അപ്പോൾ അതിന് നമ്മൾ ബാഹ്യ ഉദ്ദീപനം എന്ന് വിളിക്കും. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ഒരു കാര്യം പഠിച്ചത് ഉദ്ദീപനം. എന്താ ഉദ്ദീപനം? പ്രതികരിക്കാനുള്ള കാരണങ്ങൾക്കാണ് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന കാരണങ്ങൾക്കാണ് ഉദ്ദീപനം എന്ന് പറയുക. ഈ ഉദ്ദീപനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ ശരീരത്തിൽ പ്രത്യേകമായ കോശങ്ങൾ നമ്മളെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള ഉദ്ദീപനങ്ങളെ തിരിച്ചറിയാനുള്ള കോശങ്ങളുണ്ട്, പ്രത്യേകമായ കോശങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ആ സെൽസിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ രണ്ടാമത്തെ പദം പഠിക്കാനുള്ളത്, ഗ്രാഹികൾ എന്നുള്ളത്. അല്ലെങ്കിൽ അതിനെ വിളിക്കും റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന പ്രത്യേകമായ കോശങ്ങളാണ് എന്ത്? ഗ്രാഹികൾ. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന പ്രത്യേകമായ കോശങ്ങളാണ് ഗ്രാഹികൾ എന്നുള്ളത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇത്തരം ഗ്രാഹികളെ നമുക്ക് കാണാനും പറ്റും. ഇനി ഈ ഗ്രാഹികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകമായ കോശങ്ങളെ കൊണ്ടാണ്. ആ കോശങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? നാഡീകോശങ്ങൾ, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ന്യൂറോൺസ്. അപ്പോൾ നോക്കുക, നാഡീകോശങ്ങളെ കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഗ്രാഹികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺ, അതാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുക. അപ്പോൾ എന്താ പറയുക? പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ നോക്കുക. ശരീരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രതികരണങ്ങൾക്ക് പിന്നിലൊരു കാരണവും കാണും. ആ കാരണങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഉദ്ദീപനം എന്നുള്ളത്. ആ ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ശരീരത്തിന് പ്രത്യേകമായ കോശങ്ങൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഗ്രാഹികൾ എന്നുള്ളത്. ആ ഗ്രാഹികൾ നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടുമാണ്? പ്രത്യേകമായ നാഡീകോശങ്ങളെ കൊണ്ടാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. ഇനി നാഡീകോശങ്ങൾ മറ്റു കോശങ്ങളെപ്പോലെ അല്ല ചില കാര്യത്തിൽ, എന്നാൽ ചില കാര്യത്തിൽ മറ്റു കോശങ്ങളെപ്പോലെയാണ്. എന്ന് വെച്ചാൽ സാധാരണ കോശങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്, എന്നാൽ സാധാരണ കോശങ്ങളോട് സാമ്യങ്ങളുണ്ട്. രണ്ടും നമ്മൾ പഠിക്കണം. അതിൽ നാഡീകോശങ്ങൾ സാധാരണ കോശങ്ങളോടുള്ള സാമ്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. സാമ്യങ്ങൾ പറയുന്നു. അതിൽ രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, സാധാരണ കോശങ്ങൾക്ക് എന്തുണ്ട്? മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് സാധാരണ കോശങ്ങൾക്ക് കാണുന്ന ഒരു കോശാംഗമാണ്. നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ് തൊട്ട് തന്നെ ഏത് കോശത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും മർമ്മം അതിൽ വരും. അപ്പോൾ മർമ്മം സാധാരണ കോശങ്ങൾക്കുണ്ട്, ആർക്കുമുണ്ട്? നാഡീകോശത്തിനുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ രണ്ടാളും ഒരുപോലെയാണ്, രണ്ട് കോശങ്ങളും ഒരുപോലെയാണ്. അതുപോലെ തന്നെ സാധാരണ കോശങ്ങളിലും എന്ത് കാണുന്നുണ്ട്? കോശദ്രവ്യം കാണുന്നുണ്ട്. നമ്മളുടെ നാഡീകോശത്തിലും എന്ത് കാണുന്നുണ്ട്? കോശദ്രവ്യം കാണുന്നുണ്ട്. അപ്പോൾ കോശദ്രവ്യം
സാധാരണ കോശങ്ങളിലും കാണുന്നു, ഒപ്പം എന്തിലും കാണുന്നു, നാഡീകോശത്തിലും കാണുന്നു. അപ്പോൾ ആ നിലക്കും രണ്ടും സെയിമാണ്. ഇനി മറ്റൊരു കാര്യം, ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ കോശങ്ങൾക്ക് എന്തിന് കഴിവുണ്ട്? കോശ വിഭജനത്തിന്, അല്ലെങ്കിൽ നമ്മളതിന് പറയുന്ന പേര് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷന് കഴിവുണ്ടാർക്ക്? സാധാരണ കോശങ്ങൾക്ക്. എന്നാൽ നാഡീകോശങ്ങൾക്കോ അതിന് കഴിവില്ല. നാഡീകോശങ്ങൾ വിഭജിക്കൂല എന്നുള്ളൊരു പ്രത്യേകത മാത്രമാണ് അതിന്, അല്ലെങ്കിൽ എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് നാഡീകോശങ്ങൾക്ക്. അപ്പോൾ നാഡീകോശങ്ങൾ വിഭജിക്കൂല, വളരും. പക്ഷേ സാധാരണ കോശങ്ങൾ വളരും ചെയ്യും, വിഭജിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വ്യത്യാസം സാധാരണ കോശങ്ങളിൽ നിന്നുണ്ട്. പക്ഷേ സാധാരണ കോശങ്ങളെ പോലെയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? സാധാരണ കോശങ്ങൾക്ക് മർമ്മമുണ്ട്, നാഡീകോശങ്ങൾക്കും മർമ്മമുണ്ട്. സാധാരണ കോശങ്ങൾക്ക് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്നാണ് പറയുക. ഇത് സാധാരണ കോശങ്ങൾക്കും ഉണ്ട്, സൈറ്റോപ്ലാസം. സാധാ കോശങ്ങൾക്കും ഉണ്ട്, അതുപോലെ ആർക്കും ഉണ്ട്? ഈ പറഞ്ഞ നാഡീകോശത്തിനുണ്ട്. അപ്പോൾ ആ നിലക്ക് സാമ്യമുണ്ട്. പിന്നെ വിഭജിക്കാൻ കഴിയൂല എന്നുള്ളൊരു വ്യത്യാസം നാഡീകോശത്തിന് മറ്റു കോശങ്ങളിൽ നിന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പൊതുവായ കാര്യങ്ങൾ. ഇനി നമുക്ക് പഠിക്കേണ്ടത് നാഡീകോശത്തിൻ്റെ ഘടന, അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി നമുക്ക് നീങ്ങേണ്ടത്. അതിൻ്റെ മുമ്പ് നാഡീകോശങ്ങൾ ഉൾപ്പെടുന്ന ഒരു അവയവ വ്യവസ്ഥയുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ അവയവ വ്യവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഡീവ്യവസ്ഥ എന്നുള്ളത്. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് നാഡീകോശം. നാഡീവ്യവസ്ഥേൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? നമ്മളെ ബോഡിയിലുള്ള മെസ്സേജിൻ്റെ കമ്മ്യൂണിക്കേഷൻ അതിന് സഹായിക്കുക എന്നുള്ളതാണ്. മെസ്സേജിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ കാലിൻ്റെ അടിയിൽ മുള്ളുകുത്തി, ആ വിവരം തലച്ചോറിലേക്ക് എത്തിക്കണം. എന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന വേദന എന്നുള്ള വിവരത്തെ അങ്ങോട്ട് തന്നെ എത്തിക്കണം. ഇങ്ങനെയുള്ള സന്ദേശവിനിമയം ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നാഡീവ്യവസ്ഥയുടെ ഫംഗ്ഷൻ. വിവരങ്ങൾ ശരീരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുക. പ്രത്യേകിച്ച് തലച്ചോറിലേക്കും നമ്മളുടെ സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇങ്ങോട്ടും അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ശരീരഭാഗങ്ങളിലേക്കും എത്തിക്കുക. ആ ഒരു സന്ദേശവിനിമയമാണ് ആരുടെ ഫംഗ്ഷൻ? നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ നാഡീകോശത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമാണെന്ത്? നാഡീകോശം എന്നുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ നാഡീകോശത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ ചിത്രം കണ്ടു, അതിൻ്റെ ഭാഗങ്ങളും കണ്ടു. ഇനി ഓരോന്നിനെക്കുറിച്ച് നമുക്ക് എടുത്ത് പറയാം. നോക്കിക്കോളാം. ഒന്നാമത്തെ ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്നുള്ളത്, അതിന് ഡെൻഡ്രൈറ്റ് എന്താ എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളതിൽ കോശ ശരീരം അല്ലെങ്കിൽ സെൽ ബോഡി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ജസ്റ്റ് അത് നോക്കൂ. സെൽ ബോഡി കണ്ടോ? ആ സെൽ ബോഡിയിൽ നിന്ന് ചില ഭാഗങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായില്ല അല്ലേ? ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് നമ്മൾ ഡെൻഡ്രോൺ എന്നുള്ളത്. അപ്പോൾ സെൽ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾക്കാണ് ഡെൻഡ്രോൺ എന്ന് പറയുക. ആ ഡെൻഡ്രോൺ ശാഖകളായി പിരിഞ്ഞിട്ടാണ് അവസാനിക്കുക. അപ്പോൾ ആ ഡെൻഡ്രോണിൻ്റെ ശാഖകൾക്ക് വിളിക്കുന്ന പേരാണെന്ത്? ഡെൻഡ്രൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ശാഖ എന്ന് വിളിച്ചാൽ മതി. എന്തിന്? ഡെൻഡ്രൈറ്റിന്. ഇനി ഈ ഡെൻഡ്രൈറ്റാണ് എന്ത് ചെയ്യുക? ഒരു നാഡീകോശത്തിലൂടെ അല്ലെങ്കിൽ ഒരു ന്യൂറോണിലൂടെ പ്രവഹിക്കേണ്ട സന്ദേശങ്ങളെ സ്വീകരിക്കുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റാണ്. ഡെൻഡ്രൈറ്റ് സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ മാത്രമേ ഒരു കോശത്തിലൂടെ സഞ്ചരിക്കുള്ളൂ. അപ്പോൾ എല്ലാ സന്ദേശങ്ങളെയും, നാഡീയ സന്ദേശങ്ങളെ അല്ലെങ്കിൽ ന്യൂറൽ മെസ്സേജസിനെ എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അപ്പോൾ ചോദിക്കട്ടെ, ഒരു നാഡീകോശത്തിൻ്റെ ഭാഗങ്ങളിൽ സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഡെൻഡ്രൈറ്റ് എന്ന്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഡെൻഡ്രോണിൻ്റെ ശാഖകളാണെന്ത്? ഡെൻഡ്രൈറ്റുകൾ. രണ്ടാമത് പറഞ്ഞത് ഇത് സന്ദേശങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളത്. ഓർത്തു വെക്കണേ. ഇനി അടുത്തത് ഇത് കഴിഞ്ഞ് വരുന്നതാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ഫംഗ്ഷൻ അപ്പം എന്തായിരിക്കും? ഇത് സന്ദേശങ്ങളെ സ്വീകരിക്കും.
സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ നേരെ എന്ത് ചെയ്യുക, സെൽ ബോഡിയിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സെൽ ബോഡിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റ് സ്വീകരിച്ച സന്ദേശങ്ങളെ എങ്ങോട്ട് കൊടുക്കുക, സെൽ ബോഡിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ പണി? ഡെൻഡ്രോണിൻ്റെ പണി. അപ്പോൾ ഡെൻഡ്രോണിന് അത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ഡെൻഡ്രൈറ്റ് സ്വീകരിച്ച സന്ദേശങ്ങളെ ട്രാൻസ്ഫർ ടു എങ്ങോട്ട്, സെൽ ബോഡിയിലേക്ക്. ട്രാൻസ്ഫർ ദ മെസ്സേജസ് റിസീവ്ഡ് ബൈ ദ ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. സെൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ പണി? ഡെൻഡ്രോണിൻ്റെ പണി. ഇനി അടുത്ത് വരുന്നത് സെൽ ബോഡിയാണ്. സെൽ ബോഡി, മൂന്നാമത്തെ ഭാഗം സെൽ ബോഡിയാണ്. ഈ സെൽ ബോഡീനെ നമ്മൾ സൈറ്റോൺ എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടും. നിങ്ങൾ വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട. അപ്പോൾ സെൽ ബോഡിയിൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നാഡീകോശം മറ്റു കോശങ്ങളെപ്പോലെ സാമ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ. ആ സാമ്യം കൊടുക്കുന്ന ഘടകങ്ങളായ കോശദ്രവ്യവും മർമ്മവും കാണപ്പെടുന്നത് എവിടെയാണ്? സെൽ ബോഡി, അല്ലെങ്കിൽ കോശ ശരീരത്തിലാണ്. പേര് തന്നെ കിട്ടും, സെൽ ബോഡി, കോശ ശരീരം. ഓക്കെ. ഇത് കഴിഞ്ഞാൽ നീളം കൂടിയ ഒരു തന്തു, ഒരു നാര് പോലത്തെ ഒരു സാധനം അതിൽ കാണുന്നുണ്ട്, നിങ്ങൾ ചിത്രത്തിൽ കണ്ടില്ലേ? അതിൻ്റെ പേരാണെന്ത്? ആക്സോൺ. ഇംഗ്ലീഷും മലയാളമൊക്കെ പേരൊന്നും തന്നെ മാറ്റമുള്ള ഞാൻ പറയുന്നുണ്ട്. ആക്സോൺ എന്നുള്ളതാണ് ആ വലിയ ഭാഗം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളാണ്. അതിൽ ഒരെണ്ണം കുറച്ച് നീളം കൂടിയതുണ്ടാവും, അതിൻ്റെ പേരാണ് ആക്സോൺ എന്നുള്ളത്. അപ്പോൾ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്കുള്ള നീളം കൂടിയ തന്തുവാണ്, അല്ലെങ്കിൽ നീളം കൂടിയ ഫൈബറാണ് ഏത്? ആക്സോൺ എന്നുള്ളത്. ഇനി ആക്സോണിൻ്റെ അഗ്രഭാഗമുണ്ട്, അല്ലെങ്കിൽ ആക്സോണുകൾ കുറച്ചങ്ങോട്ട് എത്തിയാൽ ശാഖകളായിട്ട് പിരിയും. ആക്സോണിൻ്റെ അഗ്രത്തിലുള്ള ശാഖകൾക്ക് പറയുന്ന പേരാണ് ആക്സോണൈറ്റ് എന്നുള്ളത്. ഡെൻഡ്രോണിൻ്റെ ശാഖ എന്തായിരുന്നു? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ഈസ് കാൾഡ് ഡെൻഡ്രൈറ്റ്. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്. അങ്ങനെ ആകുമ്പോൾ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ഈസ് കാൾഡ്, ആക്സോണിൻ്റെ ശാഖകൾ എന്ത് പറയുന്നു? ആക്സോണൈറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഓർക്കാൻ എളുപ്പമാണ്. ഡെൻഡ്രോണിൻ്റെ ശാഖ ഡെൻഡ്രൈറ്റ്, ആക്സോണിൻ്റെ ശാഖ ആക്സോണൈറ്റ്, ബ്രാഞ്ച് ഓഫ് ആക്സോൺ ആക്സോണൈറ്റ്, ബ്രാഞ്ച് ഓഫ് ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റ്. ആ രീതിയിലാണ് അറിയപ്പെടുക. ഇനി ഒരു വ്യത്യാസം കൂടെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ കണ്ടിട്ടുണ്ടാവും. ഡെൻഡ്രൈറ്റും ശാഖയായിട്ട് പിരിയുന്നു, ആക്സോണൈറ്റും ശാഖയായിട്ട് പിരിയുന്നു. പക്ഷേ ആക്സോണൈറ്റൊക്കെ അവസാനിക്കുന്ന ഭാഗത്ത് ചെറിയ മൊട്ട് പോലെ, അല്ലെങ്കിൽ ചെറിയൊരു ബൾബ് പോലെ, ഒരു ബബിള് പോലെ ഒരു ചെറിയ ഒരു സാധനം അതിൻ്റെ അറ്റത്ത് കാണപ്പെടുന്നുണ്ട്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്ത് ചെറിയ മൊട്ടുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ് എന്നാണ് വിളിക്കുക. മലയാളത്തിലും അത് തന്നെയാണ് പേര് പറയുക. സിനാപ്റ്റിക് നോബ്. അപ്പോൾ ആക്സോണിൻ്റെ അഗ്രഭാഗത്ത് മൊട്ടുകൾ പോലെ അല്ലെങ്കിൽ മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ദ ബൾബ് ലൈക്ക് സ്ട്രക്ചർ സീൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ എൻഡിൽ കാണുന്ന ബൾബ് പോലെയുള്ള സ്ട്രക്ചറാണെന്ത്? സിനാപ്റ്റിക് നോബ്. ഓക്കെ ആണോ? ഇത്രയാണ് ഒരു നാഡീകോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ നാഡീകോശത്തിൻ്റെ ഭാഗത്തിൽ തന്നെ ചില ഭാഗങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? നമ്മൾക്ക് പഠിച്ചത്, നമ്മൾ പറഞ്ഞ ആക്സോൺ. ഇതിനെ മാത്രം ഒന്ന് എടുത്തു പറയാണ്. ആക്സോൺ ഒരു നാഡീകോശത്തിൻ്റെ ഭാഗങ്ങളിൽ ഏറ്റവും നീളം കൂടിയതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ നീളം കൂടിയ ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ടൊരു ഭാഗം കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ നോക്കിയ ചിത്രത്തിൽ നോക്കിയോ? ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? മൈലിൻ ഷീത്ത് എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പഠിക്കണം. അതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. നോക്കുക, ആക്സോൺ നീളം കൂടിയ ഭാഗം എന്ന് പറഞ്ഞു. അപ്പോൾ സെൽ ബോഡിയിലേക്ക് എത്തിയ സന്ദേശങ്ങളെ എങ്ങോട്ട് കൊടുക്കുക? ആക്സോണൈറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ പണി? ആക്സോണിൻ്റെ പണി. ചോദിക്കൂല പരീക്ഷ, ഉറപ്പാണ്. ഇനി ആക്സോണൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്?
ആ സന്ദേശങ്ങളെ എവിടേക്ക് കൊടുക്കുക? സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കുക. ഏറ്റവും അറ്റത്ത് സിനാപ്റ്റിക് നോബല്ലേ, അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ പണി? ഈ ആക്സോണൈറ്റിൻ്റെ പണി. അങ്ങനെ സിനാപ്റ്റിക് നോബിൽ സന്ദേശങ്ങൾ എത്തുമ്പോൾ സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യും? ചില രാസവസ്തുക്കൾ സ്രവിക്കും, അല്ലെങ്കിൽ ചില രാസവസ്തുക്കൾ കെമിക്കൽ സബ്സ്റ്റൻസിനെ സെക്രീറ്റ് ചെയ്യും. ആ സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ളത്. ആ ഒരു വാക്ക് പുതിയതാണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാഡീയ പ്രേഷകങ്ങൾ എന്നാണ് പറയുക. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാഡീയ പ്രേഷകങ്ങൾ. ഇങ്ങനെയുള്ള ഒരു രാസവസ്തു എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, പേര് മാത്രം പഠിക്കുക. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാഡീയ പ്രേഷകങ്ങൾ. ഇതെന്താണ്? സന്ദേശങ്ങൾ, മെസ്സേജസ് എവിടുന്ന്? ഡെൻഡ്രൈറ്റ് സ്വീകരിച്ചു, റിസീവ് ചെയ്തു. ആ സാധനം സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ സിനാപ്റ്റിക് നോബ് സ്രവിക്കുന്ന രാസവസ്തുക്കൾക്കാണ് നമ്മൾ എന്തു പറയുക? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുക. ഓക്കെ ആണോ? യെസ്. അപ്പോൾ അത്രയാണ് അവിടെ. ഇനി നമ്മൾ പഠിക്കുന്നത് ആക്സോണ്, ഏറ്റവും നീളം കൂടിയ ഭാഗം. ഈ ആക്സോണിനെ പൊതിയുന്ന ഒരു പൊതിയുണ്ട്. ആ പൊതിയുടെ പേരാണ് മൈലിൻ ഷീത്ത് എന്നുള്ളത്. മൈലിൻ ഷീത്ത് പ്രധാനമായും 2 തരം കോശങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തൊരു വിഭാഗമാണ് ശ്വാൻ സെൽസ് എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ ശ്വാൻ കോശങ്ങൾ എന്ന് പറയും. നോക്കണേ, ശ്വാൻ കോശങ്ങൾ. മറ്റൊരു വിഭാഗമാണ്, നോക്കാം, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. മലയാളവും അത് തന്നെയാണ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഇതൊരു വിഭാഗം കോശങ്ങളാണ്. അപ്പോൾ ഇതിൽ ഈ 2 വിഭാഗം കോശങ്ങളെ കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? മൈലിൻ ഷീത്ത്. അതായത് നമ്മളുടെ സാധാരണ നാഡികളൊക്കെ ഉണ്ടല്ലോ, നാഡികൾ എന്നൊരു ഭാഗം നമ്മൾ പഠിക്കും, എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു വാക്ക്. സാധാരണ നാഡികളിലൊക്കെയുള്ള മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയത് ശ്വാൻ കോശങ്ങളെ കൊണ്ടാണ്. എന്നാൽ നമ്മളെ തലച്ചോറും അതുപോലെ നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള സുഷുമ്ന, ഈ 2 ഭാഗത്തുള്ള നാഡീകോശങ്ങളിലെ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയത് ഒളിഗോഡെൻഡ്രോസൈറ്റ് കൊണ്ടാണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ ഓർക്കണേ. മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയ കോശങ്ങളാണ് ശ്വാൻ കോശങ്ങളും ഒളിഗോഡെൻഡ്രോസൈറ്റും. ഈ കോശങ്ങൾ എങ്ങനെ മൈലിൻ ഷീത്ത് ഉണ്ടാക്കുക? ഒരുപാട് നാഡീകോശങ്ങളുടെ ആക്സോണുകൾ ഒരുമിച്ച് കവർ ചെയ്യും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു നാഡീകോശത്തിൻ്റെ ആക്സോണിനെ തന്നെ പല പ്രാവശ്യം ഇതുകൊണ്ട് ചുറ്റും. അങ്ങനെ ചുറ്റിയിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെ പറയാം? ശ്വാൻ കോശങ്ങളും ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ഒരുപാട് ആക്സോണുകളെ ആവർത്തിച്ച് ചുറ്റുന്നു, അല്ലെങ്കിൽ ഒരാക്സോണിൻ്റെ തന്നെ ഒരു ന്യൂറോണിൻ്റെ തന്നെ ആക്സോണിനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചുറ്റുന്നു. ഇങ്ങനെയൊക്കെയാണ് അതിനെ സർക്കിൾ ചെയ്യുന്നു അല്ലെങ്കിൽ കവർ ചെയ്യുന്നു എന്നൊക്കെ പറയാം. ആ രീതിയിലാണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഓർക്കേണ്ട ഒരു കാര്യം, മൈലിൻ ഷീത്തിൻ്റെ നിറം എങ്ങനെയാണ്? ഷൈനിങ് വൈറ്റ്, നല്ല തിളക്കമുള്ള വെളുത്ത നിറത്തിലാണ് മൈലിൻ ഷീത്ത് കാണപ്പെടുക. അപ്പോൾ നോക്കണേ, മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയ കോശങ്ങളെ പേര് പറഞ്ഞു, നല്ല തിളക്കമുള്ള വെളുത്ത നിറത്തിലാണ് ഇത് കാണപ്പെടുക. അതിന് കാരണം എന്താണെന്നറിയോ? ഈ മൈലിൻ ഷീത്ത് എന്നുള്ള മെംബ്രെയിൻ ഇതൊരു പാളിയാണ്. ഈ പാളിയിൽ മയലിൻ എന്നു പേരുള്ളൊരു പ്രോട്ടീനിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട്. ഈ മൈലിൻ എന്നുള്ള പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് മൈലിൻ ഷീത്തിന് എന്ത് നിറം കിട്ടിയത്? വെള്ള നിറം കിട്ടിയത്. അപ്പോൾ ആവർത്തിച്ച് ചുറ്റുമ്പോൾ ആ വെള്ള നിറം തിളങ്ങി കാണൂല, അതുകൊണ്ട് ഷൈനിങ് വൈറ്റ് അല്ലെങ്കിൽ തിളക്കമുള്ള വെള്ള നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയുന്നൊരു സത്യമാണ്, തലച്ചോറും അതുപോലെ നമ്മളെ നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള സുഷുമ്ന, ഇത് രണ്ടും നാഡീകോശങ്ങളെ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ അവയവമാണ്. അറിയൂലെങ്കിൽ ഓർത്ത് വെക്കുക. ഇനി
ഈ അവയവത്തിൽ ചില സ്ഥലങ്ങളിൽ എന്ത് കാണും? ഈ മൈലിൻ ഷീത്തുള്ള ആക്സോണുകൾ കൂടുതലായിട്ട് കാണും. നല്ല ശ്രദ്ധിക്കണേ, നമ്മൾ നാഡീകോശത്തിൻ്റെ ഭാഗമായ ആക്സോണിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയാണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത് ആക്സോൺ എന്നുള്ളത്. ഇനി ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ട് എന്ത് പൊതിയുണ്ട്? മൈലിൻ ഷീത്ത് ഉണ്ട്. അതിൻ്റെ നിറമാണെങ്കിൽ ഷൈനിങ് വൈറ്റ്, തിളങ്ങുന്ന വെള്ള നിറം. ഇനി നമ്മളെ ശരീരത്തിൽ 2 അവയവങ്ങൾ, അതിൽ നാഡീകോശങ്ങൾ മാത്രമേ കാണുള്ളൂ. അത്തരം അവയവങ്ങളിൽ ഈ തിളക്കമുള്ള വെളുത്ത നിറമുള്ള മൈലിൻ ഷീത്തുള്ള ഭാഗം, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം മൈലിനേറ്റഡ് ആക്സോൺ എന്നാ പറയാം. മൈലിൻ ഷീത്തുള്ള ആക്സോൺ, മൈലിനേറ്റഡ് ആക്സോൺ. ഇത് കാണുന്ന ഭാഗം അപ്പോൾ എന്ത് നിറത്തിലായിരിക്കും? നമ്മുടെ തലച്ചോറിലും അതുപോലെ നമ്മളുടെ എവിടെയും നട്ടെല്ലിനുള്ളിലുള്ള സ്പൈനൽ കോഡിലും, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ഈ 2 ഭാഗത്തും ശ്രദ്ധിക്കണം നല്ലോണം. മൈലിൻ ഷീത്തുള്ള ആക്സോൺ, അതായത് മൈലിനേറ്റഡ് ആക്സോൺ, ഇംഗ്ലീഷിൽ പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. മലയാളത്തിൽ മൈലിൻ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ ആക്സോൺ അല്ലെങ്കിൽ മൈലിനേറ്റഡ് ആക്സോൺ. ഇത് കാണുന്ന ഭാഗം എന്ത് നിറത്തിലായിരിക്കും എന്നാണ് നിങ്ങൾ പറയുക? കാരണം നമ്മൾ പറഞ്ഞു മൈലിൻ ഷീത്തിൻ്റെ നിറം ഇവിടെ പറഞ്ഞല്ലോ, ഷൈനിങ് വൈറ്റ്. ഷൈനിങ് വൈറ്റ് നിറത്തിലുള്ള മൈലിൻ ഷീത്ത് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പൊതിഞ്ഞ ഭാഗം എങ്ങനെയാണ് നമുക്ക് തോന്നുക? വൈറ്റ് കളറിലാണ് തോന്നുക. അത് നമ്മൾ വിളിക്കുന്നൊരു ടേം ആണെന്ത്? വൈറ്റ് മാറ്റർ എന്നുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ മൈലിൻ ഷീത്ത് കൊണ്ട് പൊതിഞ്ഞ ഭാഗങ്ങൾ കാണപ്പെടുന്ന നിറം വെള്ളയായിരിക്കും. അതിനെ വിളിക്കുന്നു വൈറ്റ് മാറ്റർ എന്നുള്ളത്. എന്നാൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ആക്സോണും കാണപ്പെടുന്നുണ്ട്. എല്ലാ ആക്സോണിലും മൈലിൻ ഷീത്ത് ഇല്ല, ചിലതിലുണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്ത ആക്സോൺ നമ്മൾ വിളിക്കും നോൺ മൈലിനേറ്റഡ് ആക്സോൺ. അപ്പോൾ മൈലിൻ ഷീത്ത് കൊണ്ട് പൊതിയാത്ത ഭാഗത്തെ എന്ത് വിളിക്കും? നോൺ മൈലിനേറ്റഡ് ആക്സോൺ അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ആക്സോൺ എന്ന് മലയാളത്തിൽ പറയും. അതും അതുപോലെ സെൽ ബോഡി നോക്ക്, നിങ്ങളുടെ കോശ ശരീരം, ഇവിടെ എന്തില്ല? മൈലിൻ ഷീത്തില്ല. അപ്പോൾ കോശ ശരീരങ്ങൾ കൂടുതലായിട്ട് കാണുന്ന ഭാഗം അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് ആക്സോൺ കാണുന്ന ഭാഗം ഒരു ചാര നിറത്തിലാണ് ഉണ്ടാവുക. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേ മാറ്റർ. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒരേ പേരാണ്, സ്പെല്ലിങ്ങിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കുക, വൈറ്റ് മാറ്റർ വെളുത്ത നിറത്തിലാണ്. അവിടെ എന്താ ഉണ്ടാവുക? മൈലിൻ ഷീത്തുള്ള ആക്സോൺ, അതായത് മൈലിനേറ്റഡ് ആക്സോൺ. ഗ്രേ മാറ്റർ ചാര നിറത്തിലുള്ള ഭാഗം ഉണ്ടാവും തലച്ചോറിലും സുഷുമ്നയിലും. അവിടെ എന്താ ഉണ്ടാവുക? നോൺ മൈലിനേറ്റഡ് ആക്സോൺ ആൻഡ് എന്തും സെൽ ബോഡി ഉണ്ടാവും. അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ആക്സോണും അതുപോലെ കോശ ശരീരങ്ങളും കൂടുതലായിട്ട് കാണുന്ന ഭാഗമാണ് എന്ത് ഗ്രേ മാറ്റർ. ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്കൊരൊറ്റ കാര്യം കൂടെ പഠിച്ച് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നിർത്താം. അപ്പോൾ നോക്കുക, ഇനി മൈലിൻ ഷീത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഒരു 4 പോയിൻ്റ് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അത് അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഞാൻ ഇനി എഴുതാനൊന്നും നിൽക്കുന്നില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒന്ന്, ഇതിപ്പോൾ ആക്സോണിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കുക. ഇതിനെ ഒരു പൊതി കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊതിയല്ലേ ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. നിങ്ങളൊരു കടയിൽ നിന്ന് വാങ്ങുന്ന മിഠായി ഓർത്ത് വെക്കുക. നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ആ മിഠായി മണ്ണിൽ വീണു, പൊതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ആ മിഠായിനെ ഈ പൊതി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ആക്സോണിൻ്റെ ചുറ്റും മൈലിൻ ഷീത്ത് ഉണ്ടാകും. അതോടുകൂടി ആക്സോണിനെ ബാഹ്യമായ എല്ലാ ക്ഷതങ്ങളിൽ നിന്നൊക്കെ എന്താക്കുന്നു? ആ പൊതി സംരക്ഷിക്കും. ആ പൊതിൻ്റെ പേരാണ് മൈലിൻ ഷീത്ത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? മൈലിൻ ഷീത്ത് പ്രൊട്ടക്റ്റ് ദി ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. എക്സ്റ്റേണൽ ഷോക്കുകളിൽ നിന്ന് ഇതിനെ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? മൈലിൻ ഷീത്താണ്. ഓക്കെ അല്ലേ? അതാണ് ഒരു പോയിന്റ്. അപ്പോൾ എന്താക്കുന്നു? ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. പറയാമോ? യെസ്. ഇനി രണ്ടാമത്തത്, ഇങ്ങനെ ഒരു സാധനത്തെ പൊതിഞ്ഞു വെച്ചതാണെങ്കിൽ അവിടെ ഇതിനുള്ള ഓക്സിജനും പോഷകവും കൊണ്ടുവരുന്ന രക്തത്തിന് സമ്പർക്കത്തിൽ വരാൻ പറ്റില്ല, കോണ്ടാക്റ്റിൽ വരാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ഈ ഷീത്തിന് തന്നെയാണുള്ളത്. കാര്യങ്ങൾ ഓർത്തൊക്കെ, നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജനും പോഷകവും തരുക ആരാണ്? ബ്ലഡാണ്. ആ ബ്ലഡിന് അങ്ങോട്ട് വരാൻ പറ്റൂലെങ്കിൽ ആരാണോ അത് തടഞ്ഞതെങ്കിൽ അവരല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഒരു പോയിൻ്റായിട്ട് നമുക്ക് എന്ത് പറയാം? ആക്സോണിന് ഓക്സിജൻ കൊടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റായി. ആക്സോണിന് എന്ത് കൊടുക്കുന്നു? ഓക്സിജൻ കൊടുക്കുന്നു. മൂന്നാമത്തെ പോയിൻ്റ്, ആക്സോണിന് പോഷകങ്ങൾ നൽകുന്നു. ന്യൂട്രിയൻസ്, പ്രൊവൈഡ് ന്യൂട്രിയൻസ് ടു ദ ആക്സോൺ. ആക്സോണിന് ന്യൂട്രിയൻസും കൊടുക്കുക. അപ്പോൾ 3 കാര്യങ്ങളായി. നാലാമത്തൊരു പോയിൻ്റ്, ഇതെന്ത് ചെയ്യുന്നു? ഈ കവറിങ് ഉള്ളതുകൊണ്ട് ഇതിലൂടെ ആവേഗങ്ങൾ കടന്നു പോകുമ്പോൾ, സന്ദേശങ്ങൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ മെസ്സേജസ് കടന്നു പോകുമ്പോൾ ഹൈ സ്പീഡിൽ പോകാൻ പറ്റും.
അപ്പോൾ എന്ത് ചെയ്യും, ആവേഗങ്ങളുടെ ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രസരണ വേഗത കൂട്ടുന്നു, അതിൻ്റെ സ്പീഡ് കൂട്ടുന്നു എന്ന് സിമ്പിളായിട്ട് പറയാം. എങ്ങനെ നമുക്ക് പറയാം? ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ആവേഗം എന്നാണ് പറയുന്നത്. ആക്സോണിലൂടെ പാസ് ചെയ്തു പോകുന്ന മെസ്സേജുകളെ നമ്മൾ അങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ ആര് കാരണമാകുന്നു? മൈലിൻ ഷീത്ത് കാരണമാകുന്നു. അതാണ് 4ാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ മൈലിൻ ഷീത്തിൻ്റെ 4 ഫംഗ്ഷൻസ് പഠിച്ചു. 1, ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക. 2, ആക്സോണിന് ഓക്സിജൻ കൊടുക്കുക. 3, ആക്സോണിന് പോഷകങ്ങൾ കൊടുക്കുക. 4, ആക്സോണിലൂടെയുള്ള സന്ദേശങ്ങളുടെ വേഗത കൂട്ടുക. ഇത്രയാണ് തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഓരോ എപ്പിസോഡും നിങ്ങൾ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒറ്റ പ്രാവശ്യം നിങ്ങൾ കാണുന്നുള്ളൂ എങ്കിലും അതിനൊപ്പം നിങ്ങൾ എന്തും കൂടെ ചെയ്യണം, കേൾക്കുക. പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിതിൻ്റെ പ്രധാനപ്പെട്ട നോട്ടുകളൊക്കെ, പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, മെയിൻ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ കുറിച്ച് വെച്ചാൽ രണ്ടാമതൊരു പ്രാവശ്യം നിങ്ങൾക്കിത് കാണേണ്ട ആവശ്യമില്ലാതെ നിങ്ങൾക്കത് ഉപയോഗിച്ച് തന്നെ പിന്നെ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. പിന്നെ പഠിക്കേണ്ട ആവശ്യം വരില്ല. ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. അങ്ങനെ കാണുന്നതോടുകൂടി തന്നെ എനിക്ക് ഉറപ്പാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹൃദ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. എന്നിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നിർത്താം. ഒരിക്കൽ കൂടെ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്ക് പഠനത്തിനാവശ്യമായ എല്ലാ സഹായവും ബയോളജി രംഗത്തും അതുപോലെ മറ്റു സയൻസിൻ്റെ രംഗത്തൊക്കെയുള്ള എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചുള്ള സഹായം ഈ രീതിയിലും കൂടെ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട് തൽക്കാലം നമുക്ക് നിർത്തുന്നു. ഓക്കെ, ബൈ.